അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ കായംകുളം മിനി സിവിൽ സ്റ്റേഷനിൽ സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഏകദിന സൂചനാ പണിമുടക്കം നടത്തി. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കൌൺസിൽ അംഗം ആർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, 12 ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അടിയന്തരമായി അനുവദിക്കുക, മെഡിസപ്പ് പദ്ധതി സർക്കാർ ഏറ്റെടുക്കുക, കേന്ദ്രം കേരളത്തോട് കാട്ടുന്ന സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഏകദിന സൂചനാ പണിമുടക്കം നടത്തിയത്. കായംകുളം മിനി സിവിൽ സ്റ്റേഷനിൽ പണിമുടക്കിയ ജീവനക്കാർ പ്രകടനവും സമ്മേളനവും നടത്തി. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കൌൺസിൽ അംഗം ആർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൌൺസിൽ നേതൃത്വം കൊടുക്കുന്ന അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള, ഏറ്റവും ഗൗരവ സ്വഭാവമുള്ള, ഇന്ന് സർക്കാർ ഓഫീസുകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന 6 മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇന്ന് കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഏകദിന സൂചനാ പണിമുടക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. AKSTU ആലപ്പുഴ ജില്ലാ ജോയിന്റ് സെക്രട്ടറി വിഷ്ണു മാലുമേൽ അധ്യക്ഷത വഹിച്ചു. സനൽ പുതിയവിള, സജിരാജൻ, അഖിൽ പ്രസാദ്, ഷംനാദ് മുഹമ്മദ്, KS ആനന്ദചന്ദ്രൻ, സജു, ടി താര, ജിഷ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം.